ഹലോ ഗായ്സ്, രാവിലെ 8 പണി കിട്ടി നിൽക്കുകയാണ്. പൊന്നായിക്ക് പ്രതിരോധ കുത്തിവെപ്പ് എടുക്കാനായിട്ട് ഇറങ്ങിയതാ രാവിലെ. ഉമ്മനി പണി തന്നു ഗായ്സ്. ടയറിൻ്റെ വെടി തീർന്നു. അത് തീരാറായതായിരുന്നു, എന്നാലും കുറച്ചുകൂടി ഓടും എന്ന് വിചാരിച്ചു. ഓട്ടോയ്ക്കൊക്കെ കൈ നീട്ടുന്നുണ്ട്, ഒന്നും നിർത്തുന്നില്ല, എല്ലാം നല്ല തിരക്കില്ല. അങ്ങനെ നമ്മുടെ മനോജ് ചേട്ടൻ്റെ വണ്ടി വന്നു. അതിന് കയറി നേരെ കുട്ടികളെല്ലാം ഉണ്ട്, എല്ലാത്തിനും കൊണ്ട് ക്യാൻറ്റീനിൽ ഇറക്കിയിട്ട് പോയി ഇഞ്ചക്ഷൻ എടുക്കാനായിരുന്നു പ്ലാൻ. പക്ഷേ രാവിലത്തെ പ്ലാൻ എല്ലാം പാളി. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അവിടെ തന്നെ ഇറങ്ങി. എന്നിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുത്തിവെപ്പ് എടുക്കാൻ പോകാമെന്ന് തീരുമാനമായി. നമ്മുടെ സുന്ദരി, നമ്മള് പൊന്നെ എന്നാണ് എന്നാ പൊന്ന നമ്മുടെ പൊന്നിന് ഇന്ന് കുത്ത് കിട്ടും. പൊന്നായേ ചുന്തിരിയേ, പൊന്നായേ ചുന്തിരിയേ, പൊന്നായേ നമ്മുടെ ചുന്തിരി. രാവിലെ തന്നെ നല്ല ചൂടുണ്ട്. കുറച്ച് നേരം പൊന്നായം കൊണ്ട് വെളിയിൽ കൂടെ നടക്കാം. ദീപ അതാണ്ട് കാപ്പിയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വരുന്നുണ്ട്. എന്താണേലും കുറച്ചുകൂടെ താമസമുണ്ട്. പൊന്നായിക്കാണെങ്കിൽ ഉറക്കവും വരുന്നുണ്ട്. എന്നാൽ പൊന്നായെ നമുക്കൊന്ന് ഉറക്കിയേക്കല്ലേ, അത് കഴിഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകാവേ. അങ്ങനെ നമ്മുടെ പൊന്ന ഉറങ്ങി. പാവം, ഇത്ര കുത്തുകൊണ്ട് കരയാനുള്ളതായിരുന്നു. പൊന്ന നല്ല ഉറക്കത്തില്ല. നല്ല വെയിലാന്നേ മുമ്പ് പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങുവാ ഞങ്ങളെ. അങ്ങനെ 2 സ്കൂട്ടറിനായിട്ട് ഞങ്ങൾ പോവും. അവർക്ക് അത്യാവശ്യമായിട്ട് ബാങ്കിലും കയറണേ. അങ്ങനെ നമ്മൾ ആശുപത്രിയിൽ എത്തുമ്പോൾ അവിടെ ആശുപത്രിയിൽ പണി നടക്കുന്നതുകൊണ്ട് മൊത്തത്തിലൊരു മാറ്റമായിരുന്നു. ചീട്ടെടുത്ത് കുഞ്ഞിപ്പിളിയെ ഡോക്ടറെ ഒന്ന് കാണിക്കട്ടെ. അങ്ങനെ പൊന്നായെ കുത്തിവെച്ചു. എൻ്റെ ദൈവമേ, ആ കൂടെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് സഹിക്കാൻ വയ്യായിരുന്നു. ഞാനും ദീപായും എല്ലാം കൂടെ കരച്ചിലായിരുന്നു. പാവത്തിൻ്റെ കിടപ്പ് നോക്കിക്കേ ദൈവമേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പൊന്നായിക്ക് നല്ല പനിയും വഴക്കും ഒക്കെ തുടങ്ങി. ദീപായെ പിന്നെ അമ്മയുടെ അടുക്കലോട്ട് കൊണ്ടുവിട്ടു. അതെല്ലാം കഴിഞ്ഞ് ക്യാൻറ്റീനിലെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ടയർ മാറാനായിട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. ടയർ മാറി അന്നേരം പൊന്നാടെ അടുത്ത് പോകണം. പൊന്നാടെ അടുക്ക വന്ന് പൊന്നായെ കുറച്ച് നേരം കൊണ്ടു നടന്ന് ഞാൻ ഉറക്കി പെതിയെ കൊണ്ട് കട്ടിലെ കിടത്തിയേക്കുവാണേ. ബില്ല് ഓണാക്കിയ പോലത്തെ സൗണ്ട് കേൾക്കുന്നില്ല ഗൈസ്, നമ്മുടെ ഫാനിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. സുന്ദരി വേദന കാരണം അറിയാണ്ടൊന്ന് കാലനക്കിപ്പോയി അന്നേരം ഉണരുക. 2 കാലിനും ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, ഒരു കൈക്കും ഉണ്ടായിരുന്നു ഇഞ്ചക്ഷൻ. അതിൽ ഒരു സൈഡിലെ കാലിന് നല്ല വേദനയുണ്ട്. പാവം. ഇടയ്ക്കിടയ്ക്ക് ഈ വരുന്ന കുത്തിവെപ്പ് ഭയങ്കര ഒരു വിഷമം തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ എന്ത് വിഷമമാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എടുത്തല്ലേ പറ്റുള്ളൂ അല്ലേ. ഒരു കുഞ്ഞുണ്ടായി കൈ കിട്ടുമ്പോഴത്തേന് നമ്മളവിടെ അമ്മയായി അല്ലേ. നമുക്ക് ഒരു കാര്യം അറിയത്തില്ലാതല്ലേ നമ്മൾ ആ ഒരു ഇതിലേക്ക് എത്തുന്നത്. ഓരോരുത്തർ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നു. പക്ഷേ പൊന്ന ഇപ്പോൾ ഇത്രയും ഗ്യാപ്പിന് വന്നുകൊണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പം നല്ല പക്വതയോടുകൂടി തന്നെ ചെയ്യാനറിയാം. അന്നൊക്കെ എന്തൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു തരുന്നു, അതനുസരിച്ച് ചെയ്യുന്നു. ഇപ്പോൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ ഓർക്കും എന്തൊക്കെ പൊട്ടത്തരങ്ങളായിരുന്നു കാണിച്ചിട്ടുള്ളതെന്ന്. നല്ല ശക്തമായിട്ടുള്ള മഴയും തുടങ്ങിയിട്ടുണ്ട്. മഴയും കട്ടൻ ചായയൊക്കെ ആയിട്ട് വിധി എല്ലാവരും കൂടെ കൂടി. അപ്പോൾ ശരി ഗായ്സ്, പൊന്നായിക്ക് നല്ല വഴക്കായിരിക്കും വൈകിട്ടൊക്കെ. ഇനി നാളെ നേരമാകണം ഈ വേദനയൊക്കെ മാറാനെന്നാണ് പറഞ്ഞത്. എന്താണെന്ന് പറഞ്ഞാലും അപ്പം ഞാനും പോവാം വീട്ടിലോട്ട്. അവൾ കുറച്ചുകൂടെ കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞേ. അപ്പോൾ ശരി ഗായ്സ്. പിള്ളേർക്ക് മഴ പെയ്ത സന്തോഷം, എല്ലാം മഴയത്ത് ചാടാനായിട്ട് തയ്യാറാകുന്നുണ്ട്.